ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 10 ക്വസ്റ്റ്യൻസ് കേരള മോഡേൺ കേരള ഹിസ്റ്ററിയിൽ നിന്നാണ്. കേരള നവോത്ഥാനം ഒക്കെ മേഖലയിൽ നിന്നൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് among the following is not a work of പണ്ഡിറ്റ് കറുപ്പൻ? ആനന്ദസൂത്രം, ഖമർദ്ദനം, സ്ത്രോതമന്ദാരം, ആചാരഭൂഷണം. സോ താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ എഴുതാത്ത പുസ്തകം ഏത്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. കൊച്ചിയിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനാണ് പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. ഓക്കെ. സോ കേരള ലിങ്കൺ, എബ്രഹാം ലിങ്കൺ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. 1913 കൊച്ചിയിൽ കായൽ സമ്മേളനമൊക്കെ നടത്തിയ വളരെ പ്രധാനപ്പെട്ട കേരള ഹിസ്റ്ററിയിൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് പണ്ഡിറ്റ്. ഓക്കെ. സോ പണ്ഡിറ്റ് കെ.പി. കറുപ്പന്റെ ധാരാളം കൃതികൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇതില് ലങ്കാമർദ്ദനം, സ്ത്രോതമന്ദാരം, ആചാരഭൂഷണം ഇതെല്ലാം പണ്ഡിറ്റ് കെ.പി. കറുപ്പന്റെ പുസ്തകമാണ്. പക്ഷെ ഓപ്ഷൻ എ ആനന്ദസൂത്രം പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ എഴുതിയതല്ല, മറിച്ച് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദസൂത്രം എഴുതിയത്. ഓക്കെ. അപ്പൊ ആനന്ദസൂത്രം ഇദ്ദേഹത്തിന്റെ പുസ്തകമല്ല, ആരുടെ പുസ്തകമാണ്? ആനന്ദസൂത്രം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ബാക്കി മൂന്നും ലങ്കാമർദ്ദനം, സ്ത്രോതമന്ദാരം, ആചാരഭൂഷണം ഒന്നും പണ്ഡിറ്റ് കെ.പി. കറുപ്പന്റെ പുസ്തകങ്ങളാണ്. ഓക്കെ. മുന്നോട്ട് പോകാം. കേരള ഹിസ്റ്ററിയിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോവിംഗ് പേഴ്സ്. ഓർഗനൈസേഷൻ ഫൗണ്ടർ വിദ്യാഭൂഷണി, സഹോദരൻ അയ്യപ്പൻ, ആനന്ദ മഹാസഭ, വാക്പടാനന്ദ. വിച്ച് ഓഫ് ദ പേഴ്സ് ഗിവൻ അബോയ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 or 2. സോ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വിദ്യാപോഷണി. ഓക്കെ. വിദ്യാപോഷണി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ. ഒരു കാര്യം ഇതിന് കൂടുതൽ നോട്ട് ചെയ്യണം. സ്ത്രീ വിദ്യാപോഷണി എന്ന് പറയുന്ന മാസിക ആരംഭിച്ചത്, ഓക്കെ, സ്ത്രീ വിദ്യാപോഷണി എന്നുള്ള മാസിക ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വെറും വിദ്യാപോഷണി എന്നുള്ള സംഘടന രൂപീകരിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആനന്ദ മഹാസഭ. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ വാക്പടാനന്ദനല്ല, മറിച്ച് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓപ്ഷൻ എ 1 only ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. വിദ്യാഭൂഷണി സഹോദരൻ അയ്യപ്പനാണ് സ്ഥാപിച്ചത്. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ വാക്പടാനന്ദനല്ല, മറിച്ച് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓക്കെ. അച്ഛൻ മുന്നോട്ട് പോകാം. അടുത്ത് 13ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. She was nominated to Kochi Legislative Assembly to advise about Nambudiri Bill. 2. She was an elected member of Malabar District Board. 3. She was related with the Pali Satyagraha. 4. She wrote the book Agilathiruttu. Which among the above statements regarding Arya Pallam is are correct? Option A 1 only, option B 1 and 2 only, option C 1, 2, 3 only, option D all of the above. മേൽ പറഞ്ഞിരിക്കുന്നവയിൽ ആര്യ പള്ളവുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? സോ കേരളത്തിലെ ധാരാളം നവോത്ഥാന നായകന്മാരുണ്ട്, അവർക്ക് പുറമെ നവോത്ഥാന നായികന്മാരുണ്ട്. ഈ കേരള നവോത്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ളത് നവോത്ഥാന നായകന്മാർ, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയൊക്കെയാണ് കേരള നവോത്ഥാനത്തിൽ പ്രധാനമായി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. സോ കേരള നവോത്ഥാന നായികമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ആര്യ പള്ളം. സോ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നമ്പൂതിരി ബിൽ ചർച്ച ചെയ്യാൻ വേണ്ടി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വനിതയാണ് ആര്യ പള്ളം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുപോലെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ അവർ മെമ്പറായി ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ പാലി സത്യാഗ്രഹയിൽ പങ്കെടുത്തിട്ടുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഉണ്ടായ ആദ്യത്തെ മൂവ്മെന്റ് ആണ് പാലി സത്യാഗ്രഹ. ഓക്കെ. കൊച്ചിയിലാണ് ഈ പാലി സത്യാഗ്രഹം ഉണ്ടായത്. ഈ പാലിയത്തച്ഛന്റെ വീടിന് മുമ്പിലൂടെയുള്ള ചെണ്ടമംഗലം റോഡിൽ ഗവർണറായിട്ടുള്ള ആളുകൾക്ക് വഴി നടക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു പാലി സത്യാഗ്രഹം. ഓക്കെ, നമുക്ക് പുറകെ പഠിക്കാം. അപ്പൊ പാലി സത്യാഗ്രഹത്തിലും ആര്യ പള്ളം പങ്കെടുത്തിട്ടുണ്ട്. സോ 1, 2, 3 ശരിയാണ്. പക്ഷെ അഖിലത്തിരുട്ട് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്, ഓക്കെ, അഖിലത്തിരുട്ട്, അമ്മാനെ അരുൾ തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതിയത് ആരല്ല? ആര്യ പള്ളമല്ല, മറിച്ച് വൈകുണ്ഠസ്വാമിയാണ്. അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമിയുടെ പുസ്തകമാണ്. സോ 4 തെറ്റാണ്. സോ ഓപ്ഷൻ സി 1, 2, 3 ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. With reference to Cochin Nayar Act of 1937 and 38, consider the following statements. It abolished Marumakkatayam and joint families. 2. It prohibited the marriage of a female less than 16 years of age and male less than 21 years of age. 3. It also prohibited the practice of polygamy. Which of the statements given above is are correct? 1 only, 2 only, 3 only, D all of the above.
1937-38 കാലഘട്ടത്തിലെ കൊച്ചി നായർ ആക്ടുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? സോ കേരള ഹിസ്റ്ററിയിലെ, എസ്പെഷ്യലി മോഡേൺ കേരള ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിലൊന്നാണ് കൊച്ചിൻ നായർ ആക്ട് ഓഫ് 1937 and 38. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, നായർ സമുദായത്തിനകത്ത്, നായർ കമ്മ്യൂണിറ്റിക്കകത്ത് പ്രോഗ്രസീവ് ആയിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള പല മാറ്റങ്ങളും 1937-38 കാലഘട്ടത്തിലെ കൊച്ചി നായർ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം 1937 മുമ്പ് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് മരുമക്കത്തായ സമ്പ്രദായമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, ജോയിന്റ് ഫാമിലി സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത്, മരുമക്കത്തായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അച്ഛന് മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് എന്തുണ്ടായിരിക്കുന്നില്ല, അച്ഛന്റെ സ്വത്തിൽ അവകാശം ഉണ്ടായിരിക്കുന്നില്ല. ഈ അച്ഛന്റെ മരുമക്കൾക്കാണ്, പെങ്ങളുടെ കുട്ടികൾക്കാണ് സ്വത്തിലൊക്കെ അവകാശം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ മരുമക്കത്തായ സമ്പ്രദായം എടുത്തു കളഞ്ഞു, ജോയിന്റ് ഫാമിലി സിസ്റ്റം അവസാനിപ്പിച്ചു. അതേപോലെ തന്നെ അച്ഛന്റെ നേർമക്കൾക്ക് സ്വത്തിൽ അവകാശം വന്നു, വിച്ച് മീൻസ് മരുമക്കത്തായത്തിന് പകരം മക്കത്തായ സമ്പ്രദായം നിലവിൽ വന്നു. അതേപോലെ തന്നെ പോളിഗമി പറഞ്ഞാൽ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുള്ള സിസ്റ്റമാണ് പോളിഗമി അബോളിഷ് ചെയ്തു. അതേപോലെ തന്നെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 ആൺകുട്ടികളുടെ വിവാഹപ്രായം 21 കൂട്ടി. ഓക്കെ, അങ്ങനെ നായർ സമുദായത്തിനകത്ത് പ്രോഗ്രസീവ് ആയിട്ടുള്ള എലമെന്റ്സുകൾ കൊണ്ടുവന്ന ആക്ട് ആണ് 1937-38 കാലഘട്ടങ്ങളിലെ കൊച്ചി നായർ ആക്ട്. ഓക്കെ, സോ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മരുമക്കത്തായും ജോയിന്റ് ഫാമിലി സിസ്റ്റവും അബോളിഷ് ചെയ്തു. അതേപോലെ പെൺകുട്ടികളുടെ പ്രായം 16 ആൺകുട്ടികളുടെ പ്രായം 21 ഫിക്സ് ചെയ്തു. അതേപോലെ തന്നെ പോളിഗമി, ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുടെ സിസ്റ്റമാണ് പോളിഗമി, അത് അബോളിഷ് ചെയ്തു. സോ 1, 2, 3 ശരിയാണ്. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 1937-38 കാലഘട്ടങ്ങളിലെ കൊച്ചി നായർ ആക്ട് കേരള ഹിസ്റ്ററിയിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുള്ള കാര്യം എന്താക്കുക, പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. നെയിം ദ ഫോർമർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹു ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം മെമ്പർ ഓഫ് കൊച്ചി പ്രജാമണ്ഡൽ, തിരുക്കൊച്ചി, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് രാജ്യസഭ. കൊച്ചിയിലെ നിയമസഭയാണ്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പൊക്കെ ഉള്ള കാലഘട്ടത്തിൽ കൊച്ചി ഒരു നാട്ടുരാജ്യമായിരുന്നു. കൊച്ചി മഹാരാജ്യത്തുണ്ടായിരുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡൽ. ഓക്കെ, സോ കൊച്ചി രാജ്യ പ്രജാമണ്ഡലിലും പിന്നീട് തിരുവിതാംകൂറും കൊച്ചിയും ഒരുമിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം വന്നു. സോ തിരുക്കൊച്ചി മന്ത്രിസഭയിലും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും രാജ്യസഭയിലും മെമ്പറായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആര്? കൊച്ചി രാജ്യ പ്രജാമണ്ഡൽ, തിരുക്കൊച്ചി, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതേപോലെ രാജ്യസഭ തുടങ്ങിയ സ്ഥലങ്ങളിൽ മെമ്പറായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആര് എന്നാണ് ചോദ്യം. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അച്യുതമേനോനാണ് കേട്ടോ. 1969 മുതൽ 1977 വരെ തുടർച്ചയായി 8 വർഷം അദ്ദേഹം കേരളത്തിന് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഓക്കെ, സോ സി അച്യുതമേനോന്റെ പ്രത്യേകത, അദ്ദേഹം കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, തിരുക്കൊച്ചി സംസ്ഥാനത്തും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയും രാജ്യസഭയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മെമ്പർ ആയിട്ടുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. സോ ഇവിടെ ഓപ്ഷൻ സി അച്യുതമേനോനാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. The Kerala Panchayat Raj Bill 1994 was passed by the Assembly during the tenure of which Minister of Local Administration? Option A, M.K. Munir. Option B, C.T. Ahmad Ali. Option C, V.J. Tangappan. Option D, K. Balakrishna Pilla. 1994 കേരള പഞ്ചായത്ത് രാജ് ബില്ല് പാസ്സാക്കുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? നമുക്കറിയാം 1992 73ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം നൽകിയത്. ഓക്കെ, അപ്പൊ 92 ഭരണഘടനാ ഭേദഗതി വന്നു. ശേഷം എല്ലാ സംസ്ഥാനങ്ങളും എന്ത് ചെയ്തു, പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കി. കേരളം 1994 കേരള പഞ്ചായത്ത് രാജ് ബില്ല് പാസ്സാക്കുന്നത്. സോ 1994 കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് ബില്ല് പാസ്സാക്കുന്ന സമയത്ത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആര് എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, C.T. അഹമ്മദ് അലിയാണ്. ഓക്കെ, ആ സമയത്ത് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന മിനിസ്ട്രി കെ കരുണാകരന്റെ മിനിസ്ട്രിയാണ്. സോ കെ കരുണാകരൻ മിനിസ്ട്രിയിൽ C.T. അഹമ്മദ് അലി ആയിരുന്നു ആ സമയത്ത് 1994 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അടുത്ത് 17ാമത്തെ ക്വസ്റ്റ്യൻ. Regarding the second coalition ministry of E.M.S. Namboodiripad, consider the following statements. Option 1, the ministry took office in the year 1966. 2, it consists of CPIM, CPI, Muslim League, the RSP, Karshaka Toilali Party and the Kerala Socialist Party. C.H. Muhammad Koya was the Minister of Education.
Which of the above statements are correct? 1 and 2 only, 1 and 3 only, 2 and 3, none of the above. EMS നമ്പൂതിരിപ്പാടിന്റെ രണ്ടാം കോലിയേഷൻ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? നമുക്കറിയാം, കേരള രൂപീകരിച്ചതിന് ശേഷം ഇലക്ഷൻ നടന്നു. 1957 കേരളത്തിൽ ആദ്യത്തെ ഗവൺമെന്റ് രൂപീകരിച്ചത് EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് ആണ്. പക്ഷെ 1957 വന്ന EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് 1959 എന്താക്കുന്നുണ്ട്, രാജിവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെന്താക്കുന്നുണ്ട്, പ്രസിഡന്റ് പുറത്താക്കുന്നുണ്ട്. അപ്പൊ 57 മുതൽ 59 വരെ 2 വർഷമാണ് EMS നമ്പൂതിരിപ്പാടിന്റെ ഒന്നാം ഗവൺമെന്റ് ഉണ്ടായത്. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1967 EMS നമ്പൂതിരിപ്പാടിന്റെ രണ്ടാം മന്ത്രിസഭ അധികാരത്തിൽ വരുന്നുണ്ട്. ഈ മന്ത്രിസഭയുടെ പ്രത്യേകത 7 സഖ്യകക്ഷികൾ കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു മിനിസ്ട്രി അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ സപ്തകക്ഷി ഭരണം എന്നും എന്തുണ്ട് അറിയപ്പെടുന്നുണ്ട്. 7 ഭരണകക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് EMS നമ്പൂതിരിപ്പാട് രണ്ടാമത്തെ ഗവൺമെന്റ് രൂപീകരിച്ചത്. സപ്തകക്ഷി ഭരണം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സോ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ രണ്ടാം കോലിയേഷൻ മിനിസ്ട്രി 1966 മറിച്ച് 1967 അധികാരത്തിലേറ്റത്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. CPIM, CPI, മുസ്ലിം ലീഗ്, RSP, കർഷക തൊഴിലാളി പാർട്ടി, കേരള സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ 7ഓളം രാഷ്ട്രീയ പാർട്ടികൾ. സോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI, സംഘട സോഷ്യലിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, കർഷക തൊഴിലാളി പാർട്ടി, കേരള സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ 7 പാർട്ടികളുടെ സഹായത്തോടു കൂടിയാണ് EMS നമ്പൂതിരിപ്പാട് രണ്ടാമത്തെ ഗവൺമെന്റ് രൂപീകരിച്ചത്. അതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1967 EMS നമ്പൂതിരിപ്പാടിന്റെ രണ്ടാമത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ CH മുഹമ്മദ് കോയ, മുസ്ലിം ലീഗിന്റെ CH മുഹമ്മദ് കോയ ആയിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ 2ഉം 3ഉം ശരിയാണ്, 1 തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 2 and 3. ഓക്കെ അല്ലേ? അപ്പൊ കേരളത്തിലെ മിനിസ്ട്രികൾ EMS നമ്പൂതിരിപ്പാടിന്റെ ഒന്നാം മിനിസ്ട്രി മുതൽ ഇപ്പോൾ പിണറായി വിജയന്റെ രണ്ടാമത്തെ മിനിസ്ട്രി വരെയുള്ള കേരളത്തിലെ എല്ലാ മിനിസ്ട്രികളെ പറ്റിയിട്ടും ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. 18ാമത്തെ ക്വസ്റ്റ്യൻ. The person who resigned from Aikyya Kerala Committee with the belief that the state headed by a Rajya Pramukh will not be helpful to the formation of a democratic state. Option A, KP Keshav, option B, K. Kelappan, option C, T. Prakasham, option D, T.K. Madhavan. So, ഐക്യ കേരള കമ്മിറ്റിയിൽ നിന്നും റിസൈൻ ചെയ്ത വ്യക്തി ആരാണ്? അതായത് കൊച്ചിയുടെ മഹാരാജാവായിരുന്ന ശ്രീ കേരളവർമ്മ ഐക്യ കേരള കോൺഫറൻസിന്റെ രാജ്യപ്രമുഖായി ചുമതലയേറ്റിട്ടുണ്ട്. സോ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്സിൽ ഇത്തരത്തിൽ രാജഭരണകൂടത്തിൽ നിന്നുള്ള ഒരു വ്യക്തി അതിന്റെ ഹെഡായാൽ, അല്ലെങ്കിൽ ഐക്യ കേരള കമ്മിറ്റിയുടെ ഹെഡായാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിസൈൻ ചെയ്തത് ആരാണ്? ഓപ്ഷൻ ബി, കെ കേളപ്പനാണ്. അതായത് ഐക്യ കേരള കമ്മിറ്റിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു. പിന്നീട് കൊച്ചി രാജപ്രമുഖ് അതിന്റെ ഹെഡായി വന്നതോടുകൂടി ഇദ്ദേഹം എന്താക്കാണ്? രാജിവെക്കാണ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് തന്നെ, അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ കേരള ഭാഷ, അതായത് മലയാള ഭാഷ സംസാരിക്കുന്നവർക്കെല്ലാം കൂടി കേരളം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റ് പറയുന്ന പേരാണ് ഐക്യ കേരള മൂവ്മെന്റ്. ഈ ഐക്യ കേരള മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് 1940-കളിലാണ്. അതായത് ഇവരുടെ ഡിമാൻഡ് തിരുവിതാംകൂർ, കൊച്ചി, അതേപോലെ മലബാർ, അതേപോലെ തന്നെ കർണാടകയുടെ അല്ലെങ്കിൽ ദക്ഷിണ കന്നഡയുടെ ഭാഗമായിട്ടുള്ള കാസർഗോഡ്, ഇവിടങ്ങളിലെല്ലാം സംസാരിക്കുന്ന മലയാള ഭാഷയാണ്. അപ്പൊ ഈ മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം എന്ന് പറയുന്നത് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കണം. അതായിരുന്നു ഐക്യ കേരള മൂവ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ഐക്യ കേരള മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് 1940-കളിലാണ്. ഓക്കെ അല്ലെ? അതേപോലെ 1945 KPCC അഥവാ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കൊച്ചിൻ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഗ്രസിന്റെയും അതേപോലെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെയും ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഐക്യ കേരള മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഓക്കെ അല്ലെ? അതേസമയം കൊച്ചി ലെജിസ്ലേറ്റീവ്, ഈ സമയത്ത് കൊച്ചിയിലെ മഹാരാജാവായിരുന്ന ശ്രീ കേരള വർമ്മ, ഓക്കെ, ഇദ്ദേഹം ഐക്യ കേരള തമ്പുരാൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, കൊച്ചിയിലെ രാജാവാണ്. ഇദ്ദേഹം ഐക്യ കേരള മൂവ്മെന്റിന് എല്ലാവിധ സപ്പോർട്ടും നൽകി. ഓക്കെ, അങ്ങനെ ഐക്യ കേരള മൂവ്മെന്റിന്റെ രാജ്യപ്രമുഖായി പ്രവർത്തിച്ചിരുന്നത് ആരായിരുന്നു? കൊച്ചിയിലെ മഹാരാജാവായിരുന്ന ശ്രീ കേരളവർമ്മയാണ്. അപ്പൊ ശ്രീ കേരളവർമ്മ കൊച്ചി മഹാരാജാവാണ്. സോ രാജകുടുംബത്തിൽ നിന്നുള്ള ഒരാള് ഐക്യ കേരള മൂവ്മെന്റിന്റെ ഭാഗമായത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യ കേരള കമ്മിറ്റിയിൽ നിന്നും റിസൈൻ ചെയ്തത് കെ കേളപ്പനാണ്.
ഓക്കെ അല്ലേ? അതേപോലെ ഐക്യ കേരള സമ്മേളനം നടന്നിട്ടുണ്ട്. ഐക്യ കേരള സമ്മേളനം നടന്നത് 1947 തൃശ്ശൂരിലാണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അതിന്റെ അധ്യക്ഷൻ കെ കേളപ്പൻ തന്നെയായിരുന്നു. പിന്നീട് ശ്രീ കേരളവർമ്മ അതിൽ പങ്കെടുത്തതിന്റെ പേര് അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഓപ്ഷൻ ബി കെ കേളപ്പനാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് അമംഗ് ദ ഫോളോവിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ വിമോചന സമരം? PSP, RSP, നൺ ഓഫ് ദ എബോവ്, ബോത്ത് ഓഫ് ദ എബോവ്. വിമോചന സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? എന്താണ് വിമോചന സമരം? കേരള ഹിസ്റ്ററിയിൽ വിമോചന സമരത്തിന്റെ പ്രസക്തി എന്താ? 1957 EMS നമ്പൂതിരിപ്പാടിന്റെ 1ാം കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലേറ്റു. ഇവര് പ്രധാനമായി 2 ബില്ലുകളാണ് കേരളത്തിൽ അവതരിപ്പിച്ചത്. ഒന്നാമത്തെ ബില്ലാണ് കേരള എഡ്യൂക്കേഷൻ ബില്ല്. ഈ കേരള എഡ്യൂക്കേഷൻ ബില്ലിന്റെ പ്രത്യേകത, ഈ എയ്ഡഡ് സ്കൂളിൽ സർക്കാർ നിയമിക്കുന്ന ആളുകളെ മാത്രമേ അധ്യാപകരായി നിയമിക്കാൻ പറ്റുള്ളൂ. അവർക്ക് സർക്കാർ എന്ത് ചെയ്യും? ശമ്പളം കൊടുക്കും. രണ്ടാമത്തെ ബില്ലാണ് കേരള അഗ്രേറിയൻ റിലേഷൻ ബിൽ. അത് ലാൻഡ് റിഫോംസ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പം കേരള എഡ്യൂക്കേഷൻ ബില്ലും പാസ്സാക്കി, കേരള അഗ്രേറിയൻ റിലേഷൻ ബില്ലും പാസ്സാക്കി. ഈ 2 ബില്ലുകൾക്കെതിരെയും വലിയ രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭം കേരളത്തിലുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാത്തലിക് ചർച്ചും അതേപോലെ മന്നത്ത് പത്മനാഭന്റെ നായർ സർവീസ് സൊസൈറ്റിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതേപോലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെയാണ്. ഓക്കെ, അതേപോലെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും അതേപോലെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയൊക്കെയാണ് ഇതിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയത്. ഓക്കെ, അപ്പൊ EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ 2 ബില്ലുകൾക്കെതിരെ ഇന്ത്യയിലെ കേരളത്തിലുണ്ടായിരുന്ന ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ത് ചെയ്തു? ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയും അങ്ങനെ EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റിനെതിരെ നടന്ന ഒരു വലിയ സമരമുണ്ട്. ആ സമരത്തിന്റെ പേരാണ് വിമോചന സമരം. ഓക്കെ, 1959 വിമോചന സമരം നടക്കുന്നത്. വിമോചന സമരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഓക്കെ, ഈ വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് 1959 പ്രസിഡന്റ് EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് എന്താക്കുന്നുണ്ട്? സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ 1959 1ാം EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റിനെതിരെയാണ് വിമോചന സമരം ഉണ്ടായത്. ഇതൊരു ആന്റി കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു. ഇതിൽ പ്രധാനമായും പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ കാത്തലിക് ചർച്ച് ഇൻ കേരള, നായർ സർവീസ് സൊസൈറ്റി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾക്ക് പുറമെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയും കാര്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഈ ലിബറേഷൻ സ്ട്രഗിളിന്റെ വിമോചന സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മന്നത്ത് പത്മനാഭനാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ബോത്ത് ഓഫ് ദ എബോവ് ആണ്. PSPയും RSP എന്താക്കിയിട്ടുണ്ട്? വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, മുന്നോട്ട്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ഫസ്റ്റ് MLA ഹു ലോസ്റ്റ് ദ സീറ്റ് ആസ് എ റിസൾട്ട് ഓഫ് കോർട്ട് ഓർഡർ? ഭാർഗവി തങ്കപ്പൻ, M. ഉമേഷ് റാവു, റോസമ്മ ചാക്കോ, റോസമ്മ പുന്നൂസ്. കോടതി ഉത്തരവിലൂടെ MLA സ്ഥാനം നഷ്ടപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ്? ഓക്കെ, ഇത് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനം കൂടിയാണ്. കോടതി ഉത്തരവിലൂടെ MLA സ്ഥാനം നഷ്ടപ്പെട്ട ആദ്യ MLA ആരാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, റോസമ്മ പുന്നൂസ് ആണ് കേട്ടോ. റോസമ്മ പുന്നൂസ് ദേവികുളം താലൂക്കിൽ നിന്നും അല്ലെങ്കിൽ ദേവികുളം മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. പിന്നീട് അവിടെ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞ സമയത്ത് ഹൈക്കോടതി എന്താക്കി അവരെ അസാധുവാക്കി. പക്ഷെ അവിടെ റീ ഇലക്ഷൻ നടന്നുവെങ്കിലും അവിടെ റോസം പുന്നൂസ് തന്നെ വിജയിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ റോസം പുന്നൂസ് ആണ് കോടതി ഉത്തരവിലൂടെ MLA സ്ഥാനം നഷ്ടപ്പെട്ട ആദ്യത്തെ കേരള നിയമസഭയിലെ MLA. ഓക്കെ അല്ലെ? റോസം പുന്നൂസിന്റെ മറ്റു പ്രത്യേകത, കേരള നിയമസഭയിലെ ഫസ്റ്റ് പ്രോട്ടേ സ്പീക്കറും ആരായിരുന്നു? റോസമ്മ പുന്നൂസ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് കേരള ഹിസ്റ്ററി. സോ മോഡേൺ കേരള ഹിസ്റ്ററിന്ന് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഏറെക്കുറെ ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കാര്യമായിട്ടുള്ള ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിന്നും കേരള ഹിസ്റ്ററിന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പേപ്പറിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ.